എ.കെ. വിനോദിൻ്റെ മൂൺവാക്ക് അഥവാ മൂഞ്ചിയ വാക്ക്. ഈ സിനിമയുടെ പരാജയത്തിനുള്ള കാരണങ്ങളാണ് ഇവിടെ സിനിസ്കോപ്പ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സുനിൽ ഗോപാലകൃഷ്ണൻ, മാത്യു വർഗീസ്, പിന്നെ സംവിധായകൻ എ.കെ. വിനോദ്. ഈ 3 പേരുണ്ടായിട്ടും സ്ക്രിപ്റ്റ് ഒരു മെനയായില്ല എന്നത് നഗ്നമായ ഒരു സത്യം തന്നെയാണ്. ഈ സിനിമ കൊണ്ട് ഉണ്ടായുള്ള ആകെ ഒരു നല്ല കാര്യം കുറേ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അത് തികച്ചും അഭിനന്ദനാർഹവുമാണ്. ഏകദേശം 10 പെട്ടിയിലിരുന്ന ഈ പടം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഏറ്റെടുത്തോടെയാണ് സിംഗ് സാധ്യമായത്. സൈനിക്കിൻ്റെ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 95 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. മിക്ക റിലീസിംഗ് സെൻറ്ററിൽ നിന്നും പടം മാറ്റിയിട്ടുണ്ട്. അതിനാൽ കൂടുതൽ കളക്ഷൻ ഒന്നും ഇനി പ്രതീക്ഷിക്കേണ്ട. സിനിമയുടെ ത്രെട്ടും പ്ലോട്ടും നല്ലതായിരുന്നുവെങ്കിലും സ്ക്രീൻ പ്ലേ തീർത്തും നിരാശപ്പെടുത്തി. ബ്രേക്ക് ഡാൻസിനെ ആസ്പദമാക്കിയുള്ള ഈ പടത്തിലെ അഭിനേതാക്കൾ എല്ലാം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. സ്ക്രിപ്റ്റിൽ നല്ല പണിയെടുത്തിരുന്നെങ്കിൽ മിനിമം ഒരു ഹിറ്റെങ്കിലും ആകേണ്ടിരുന്ന ഈ പടം ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനുമാണ്. പഴയ കാലഘട്ടം റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ടെങ്കിലും പടത്തിന് സ്വാഭാവികമായൊരു ഫ്ലോ ഉണ്ടായിരുന്നില്ല. ഏച്ചു കിട്ടിയ സീനുകളും പ്രെഡിക്റ്റബിളായ സിറ്റുവേഷനുകളും സിനിമയുടെ ആസ്വാദനത്തെ സാരമായി ബാധിച്ചു. പടത്തിൻ്റെ തുടക്കം കുഴപ്പമില്ലായിരുന്നുവെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ലാഗടിപ്പിക്കലും പടം ഇമോഷണലി കണക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇൻ്റർവെല്ലിന് ശേഷവും ഇത് അവസ്ഥ തന്നെയായിരുന്നു. ക്ലൈമാക്സ് സീനൊക്കെ ഓക്കെ ആയിരുന്നെങ്കിലും ഒരു വോ ഫാക്ടർ ഇല്ലായിരുന്നു. 80കളിലെയും 90കളിലെയും കിഡ്സിൻ്റെ നൊസ്റ്റാൾജിയ വിറ്റ് കാശാക്കാൻ ഇറങ്ങിയ ഈ പടം മെയ് ആദിവാരി ഇറക്കിയിരുന്നെങ്കിൽ കുറേ കൂടി കാശ് കിട്ടിയേനെ. മെയ് അവസാനത്തിലെ മഴയും സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളും സിനിമ കാണുന്നതിൽ നിന്ന് ബ്രേക്ക് ഡാൻസ് ലവേഴ്സിനെ പിന്തിരിപ്പിച്ചു. സ്ക്രിപ്റ്റ് മോശമായാൽ എന്ത് ഗിമ്മിക്സ് കാണിച്ചാലും പടം രക്ഷപ്പെടുത്താൻ സാധിക്കില്ലെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പടം. ലിജോ ജോസ് പല്ലിശ്ശേരി പടം ആളില്ലാതെ തിയേറ്ററിൽ ഓടിച്ചാൽ രക്ഷപ്പെടില്ല. അതിന് നല്ല നട്ടിലുള്ളൊരു സ്ക്രിപ്റ്റ് സിനിമയ്ക്ക് വേണം. കറുത്ത നിറമുള്ള അവഗണിക്കപ്പെടുന്നവന് അവസരവും അംഗീകാരവും കിട്ടുന്നതൊക്കെ കാണിച്ച് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആ സിനിമയെ വിജയിപ്പിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. പടത്തിൻ്റെ കണ്ടൻറ്റും എക്സിക്യൂഷനും നന്നായാലേ പടം വിജയിക്കുകയുള്ളൂ. അതിന് നന്നായി പണിയെടുക്കണം. അല്ലാതെ വെറുതെ ഒരു ഗിമിക്കുമായി വന്നു കഴിഞ്ഞാൽ ഇനിയുള്ളത് കാലം സിനിമ വിജയിക്കാൻ പാടാണ്. സിനിമയും മാറി, പ്രേക്ഷകരും മാറി. അതിനൊത്ത് സിനിമ നിർമ്മിക്കുന്നവരും സിനിമ പടച്ചുവിടുന്നവരും മാറണം.